പ്രണയതാണ്ഡവം. രചന സംഭാഷണം രുദ്രപ്രിയ. ആദി പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിലും ബാലയുടെ മുഖത്ത് അപ്പടി സങ്കടഭാവമായിരുന്നു. അത് കണ്ടുകൊണ്ട് ആദി അവളോട് കാരണം തിരക്കി. അയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ ആദിയേട്ടാ? എന്നോടുള്ള ദേഷ്യം അമ്മയോടും കുട്ടികളോടും തീർക്കുമോ? ചോദിക്കുമ്പോൾ പെണ്ണ് വിതുമ്പിപ്പോയി. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എൻ്റെ ബാലക്കൊച്ചെ. അതൊക്കെ വേണ്ട വിധത്തിൽ ഹരി കൈകാര്യം ചെയ്തുകൊള്ളും. താൻ അതിനെക്കുറിച്ചോർത്ത് സങ്കടപ്പെടാതെ. അതല്ല, അയാൾ പ്രശ്നം ഉണ്ടാക്കിയേ അടങ്ങൂ എന്നാണെങ്കിൽ ബാക്കി ഞാൻ നോക്കില്ലേ? വലിഞ്ഞു മുറുകിയ മുഖത്തോടെയുള്ള ആദിയുടെ പറച്ചിൽ കേട്ടപ്പോൾ ബാല ഞെട്ടലോടെ അവനെ നോക്കി. വേണ്ട ആദിയേട്ടാ, കുഴപ്പത്തിനൊന്നും പോവണ്ട, എനിക്ക് പേടിയാണ്. ബാല അവനിലേക്ക് ഒന്നുകൂടി ചേർന്നിരുന്ന് കെട്ടിപ്പിടിച്ചു. ആ നിമിഷം അവൻ്റെ മുഖത്ത് ശാന്തഭാവമായി. ഇല്ലടി, ഞാൻ കുഴപ്പത്തിനൊന്നും പോകില്ല. അവളെയും ചേർത്ത് പിടിച്ചിരുന്നു. എനിക്ക് പേടിയായാലേ, വല്ലാത്ത പേടിയാണ് അച്ചുവേട്ടാ. പറയുമ്പോൾ തന്നെ പെണ്ണിൻ്റെ ശരീരം വിറയ്ക്കുന്നത് ആദ്യം അറിഞ്ഞു. അന്നേരം അവന് ശ്രീധരനോട് അടങ്ങാത്ത പകയും ദേഷ്യവും തോന്നി. ഇല്ലടാ, പേടിക്കല്ലേ, ഇങ്ങനെ ഞാനില്ലേ കൂടെ, പറഞ്ഞുകൊണ്ട് പെണ്ണിനെ നെഞ്ചോട് പൊതിഞ്ഞു പിടിച്ച് അവളുടെ നെറ്റിയിലും മുഖത്തും ഒക്കെ തുരുതുരെ ചുംബിച്ചു. ചുംബനം വഴുതി മാറാൻ തുടങ്ങുമ്പോഴേക്കും ബാല അവനെ തള്ളി മാറ്റി കൂർപ്പിച്ചു നോക്കി. അച്ചുവേട്ടൻ ഇപ്പോൾ വെറും വഷളനായി വന്നിരിക്കുകയാണ്. ഒരു നേരം പോലും അടങ്ങിയിരിക്കില്ല. കണ്ണുരുട്ടിക്കൊണ്ട് ആദ്യം നോക്കി പറയുമ്പോൾ അവൻ തുളുമ്പി വന്നൊരു പുഞ്ചിരി മീശത്തുമ്പ് കൊണ്ട് കടിച്ചൊതുക്കി പെണ്ണിനെ വലിച്ച് കൂർപ്പിച്ചു വെച്ച് അവളുടെ ചുണ്ടിൽ പതിയെ ചുംബിച്ചു. നുണഞ്ഞെടുത്തു. ആദ്യമൊക്കെ ബാല അവനെ തടഞ്ഞു നോക്കിയെങ്കിലും പിന്നീട് അവൻ്റെ ചുംബനത്തിൽ അവൾ തളർന്നു പോയി. ഒടുവിൽ വല്ലാത്ത തളർച്ചയോടുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു പോയി പെണ്ണ്. അന്നേരം ആദി അവളുടെ കാതോരം ചുണ്ടു ചേർത്തു. ഞാൻ അത്രയ്ക്കും നല്ലവനല്ല ബാല. പറയുമ്പോഴേക്കും ചുവന്നു തുടുത്ത മുഖമുയർത്തി ബാല അവനെ നോക്കി. അവൻ്റെ ഉമിനീരിന് നനവ് പറ്റിയ അവളുടെ ചുണ്ടിൽ അവൻ്റെ വിരലുകൾ പതിയെ തലോടി. അടുത്ത നിമിഷം തന്നെ വിടർന്നു പോയ ആ ദലങ്ങളെ ഒരിക്കൽ കൂടി അവൻ ആഞ്ഞു ചുംബിച്ചു. ഇനിയും ഇങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് വിവാഹത്തിൻ്റെ ദിവസം നോക്കാൻ അമ്മയോട് പറയണം. പറയുമ്പോൾ മുഴുവനും അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു ചിരിയായിരുന്നു. അത് അതേ വേഗത്തിൽ തന്നെ ബാലയിലേക്കും പടർന്നു. അവരുടെ ശരീരത്തിൽ നിന്നും ശ്രീധരൻ എഴുന്നേറ്റ് മാറുമ്പോൾ ആകപ്പാടെ വിയർത്ത് കുളിച്ചുപോയി. എന്നാലും നിങ്ങളിത് എന്തൊരു മനുഷ്യനാണ്! ഈ വയസ്സുകാലത്ത് ഇത്രയും പരാക്രമം പാടില്ല. അഴിഞ്ഞുപോയ മുടി വാരിക്കെട്ടി ചിതറിക്കിടക്കുന്ന ഡ്രസ്സുകൾ തപ്പിപ്പെറുക്കിയെടുത്ത് ശ്രീധരൻ്റെ മുന്നിൽ നിന്ന് തന്നെ ഡ്രസ്സ് മാറുമ്പോൾ അവളുടെ നോട്ടം മുഴുവനും അയാളിലായിരുന്നു. പ്രായമായെങ്കിലും അത് ബാധിക്കാത്ത അയാളുടെ ശരീരത്തെ അവൾ ആകമാനം ചൂഴ്ന്നു നോക്കി. അവളുടെ കൈനകം കൊണ്ട് മുറിഞ്ഞ പാടുകൾ അയാളുടെ ശരീരത്തിൽ അങ്ങിങ്ങായി കിടപ്പുണ്ട്. അവളുടെ വെളുത്തുരുണ്ട ശരീരത്തിലും ചുവപ്പും നീലയും കലർന്ന പാടുകൾ. ബ്ലൗസും അടിപ്പാവാടയും ഇട്ടുകൊണ്ട് അവർ ശ്രീധരൻ്റെ മടിയിൽ വന്നിരുന്നു. അയാൾ കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് വാങ്ങി ഒറ്റ വലിക്കകത്താക്കി. അവളുടെ മാറിടം ശ്രീധരൻ്റെ നെഞ്ചിൽ ഉരസി മാറുമ്പോൾ അവൾ അയാളെയും വലിച്ചുകൊണ്ട് ബെഡിലേക്ക് വീണു. വൈകുന്നേരം 5 മണിയോടുകൂടി റൂം വെക്കേറ്റ് ചെയ്ത് നേരെ ടൗണിൽ നിന്നും ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലെത്തി. ഇടവഴിയിൽ ഓട്ടോ നിർത്തി കാശും കൊടുത്തുകൊണ്ട് നടക്കുമ്പോഴാണ് എതിരെ വരുന്ന ജയയെ കാണുന്നത്. അവളെ കണ്ടപ്പോൾ അയാളൊന്ന് നീട്ടി തുപ്പി. ഇപ്പോൾ നീയാണ് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അല്ലേടി? നിനക്കൊരു വിചാരമുണ്ട് നിന്നെയും ആ മറ്റവൻ പോലീസിനെയും ഈ ശ്രീധരന് പേടിയാണെന്ന്. എന്നാൽ അതൊക്കെ നിൻ്റെയൊക്കെ വെറും തോന്നൽ മാത്രമാണ്. ശ്രീധരൻ ആഗ്രഹിച്ചതൊന്നും ഇന്ന് വരെ നേടാതിരുന്നിട്ടില്ല. അതിനി എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്തൊക്കെ ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ഞാൻ ആഗ്രഹിച്ചത് ഞാൻ നേടിയിരിക്കും. കുറച്ചു കാലമായി ആണിൻ്റെ സുഖമറിയാതിരിക്കുന്നില്ലേ നീ? അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീയും ശ്രീധരൻ്റെ വഴിക്ക് വരും. വഷളൻ ചിരിയോടുകൂടി ജയയെ നോക്കി പറയുമ്പോൾ അവൾ എത്തി ശ്രീധരൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു. അങ്ങനെ നീ വിളിക്കുമ്പോൾ ഉടനെ നിന്റെ ചൂടും തേടി വരുന്ന പെണ്ണുങ്ങളെ മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇതാള് വേറെയാണ്. ഇനി എന്തെങ്കിലും എന്നോട് പറയുന്നതിന് മുമ്പ് നീ ഒരുപാട് തവണ ആലോചിക്കണം. വെട്ടിത്തിരിഞ്ഞ് ജയ പോകുന്നത് കണ്ടപ്പോൾ അവർ അടിച്ച കവിൾത്തടം കൈകൊണ്ട് അമർത്തി അവരെ തന്നെ നോക്കി നിന്നു ശ്രീധരൻ. എന്നെ അടിച്ച നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതുന്നുണ്ടോ മോളെ? വായിൽ തോന്നിയ മുഴുത്ത ചീത്തയും വിളിച്ചു പറഞ്ഞുകൊണ്ട് ആടിയാടി അയാൾ വീടിൻ്റെ ഒതുക്കുകൾ കയറി. അമ്മയും മക്കളുമൊക്കെ എവിടെ പോയി കിടക്കുന്നു? ചത്തോ? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ശ്രീധരൻ തിണ്ണയിലേക്ക് കയറിയത്. സുമേ, ഡി, കുടിക്കാൻ അല്പം കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് പാടി വരാന്തയിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ
അടുക്കളയിലിരുന്ന സുമ ഒരു പാത്രത്തിൽ കഞ്ഞിവെള്ളം എടുത്തു. എന്നാൽ അവരുടെ കയ്യിൽ നിന്നും അതും വാങ്ങി ലക്ഷ്മി പുറത്തേക്ക് ചെന്നു. നിന്റെ തള്ള എവിടെയാടി? ചത്തോ? ഞാൻ അവളെയാണ് വിളിച്ചത്. വിളിച്ചതാരെയായിരുന്നാലും അച്ഛന് കുടിക്കാൻ വെള്ളം കിട്ടിയാൽ പോരെ? ലക്ഷ്മിയും വിട്ടുകൊടുക്കാതെ മറുചോദ്യം ചോദിക്കുമ്പോൾ അയാൾ രൂക്ഷമായി അവളെ നോക്കി. നീർക്കോലിയും തലപൊക്കി തുടങ്ങി. ഇതിനൊക്കെ ആരെ കണ്ടിട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ എപ്പോഴും അവനൊന്നും കാണില്ല നിന്റെയൊക്കെ സംരക്ഷണത്തിന്. അതോർത്താൽ നിനക്കൊക്കെ തന്നെയാണ് നല്ലത്. കുടിച്ച ഗ്ലാസ് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അയാൾ മുറിയിലേക്ക് കയറിപ്പോയി. നാശം! ശ്രീധർ നോക്കി പിറുപുറത്തുകൊണ്ട് ലക്ഷ്മി മുറ്റത്ത് കിടന്ന ഗ്ലാസ് എടുത്ത് അടുക്കളയിലേക്ക് പോയി. വൈകുന്നേരം ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ 3 പേരും കൂടി കുളിച്ചു വേഷം മാറി ജയയെയും കൂട്ടി ജോത്സ്യൻ്റെ അടുത്തേക്ക് പോയി. അമ്പലത്തിൽ കയറി തൊഴുത് 4 പേരും കൂടി ജോത്സ്യൻ്റെ വീട്ടിലെത്തുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. കുറച്ചു കാലങ്ങളായി പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ്, കാണുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു പരിചയപ്പെടലിൻ്റെ ആവശ്യമൊന്നും വേണ്ടി വന്നില്ല. ബാലയുടെയും ആദിയുടെയും ജാതകം ജോത്സ്യൻ്റെ കയ്യിലേക്ക് വച്ചു കൊടുത്തു സുമ. ആവണിപ്പലകയിൽ കവടി നിരത്തിക്കൊണ്ട് ജോത്സ്യൻ ഇരുവരുടെയും ജാതകങ്ങൾ തമ്മിൽ ഒത്തുനോക്കി. അല്പസമയം മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ ജയ്ക്കും സുമയ്ക്കും ആകെ സംശയമായി. എന്താ ജോത്സ്യരെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സുമ ചങ്കിടിപ്പോടെ ചോദിച്ചു. അങ്ങനെ ഭയപ്പെടേണ്ട കുഴപ്പമൊന്നുമില്ല. ഈ ജാതകങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതിനും പ്രശ്നമില്ല. പക്ഷെ കുറച്ചധികം തടസ്സങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ചില പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരും 2 പേരും കൂടി ചേർന്ന്. അത് കേട്ടപ്പോൾ സമാധാനമായി ജയ്ക്കും സുമയ്ക്കും. ചെയ്യാനുള്ള പരിഹാരങ്ങളൊക്കെ ഒരു ചാർത്തിലാക്കി എഴുതി സുമയുടെ കയ്യിൽ കൊടുത്തു. ഈ പരിഹാരങ്ങളൊക്കെ ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് വിവാഹത്തിൻ്റെ ഡേറ്റ് എടുക്കാം. അത് പറഞ്ഞപ്പോൾ പിന്നെയും സുമയ്ക്ക് സങ്കടമായി. ഇങ്ങനെ സങ്കടപ്പെടാനൊന്നുമില്ല. ഈ ജാതകനും ജാതകക്കാരിയും മാത്രമേ ഒന്നിച്ചൊരു ജീവിതമുള്ളൂ. അതും ദീർഘനാളത്തെ ദാമ്പത്യം. ചെറിയ ചില കടമ്പകൾ അത് മാത്രമേ ഉള്ളൂ. ഭയപ്പെടേണ്ട കേട്ടോ. സുമയുടെ മുഖത്തെ സങ്കടം കണ്ട് വളരെ കാര്യമായി തന്നെ ജോത്സ്യൻ അവളെ ആശ്വസിപ്പിച്ചു. അവിടെ നിറങ്ങുമ്പോൾ തന്നെ 4 പേരും കൂടി പൊന്നുമംഗലത്തേക്ക് പോയി. സുമ ആദ്യമായിട്ടാണ് പൊന്നുമംഗലത്തേക്ക് വരുന്നത്. ഉണ്ണിക്കുട്ടന് പിന്നെ ഇടയ്ക്കും മുറയ്ക്കും വന്ന് ശീലമുണ്ട്. ബാലേച്ചി! ഉണ്ണിക്കുട്ടൻ്റെ വിളി കേട്ടപ്പോഴാണ് ആദിയുടെ നെഞ്ചിൽ ചാരിയിരുന്ന് അല്പം മയങ്ങിപ്പോയ ബാല ഞെട്ടി ഉണർന്നത്. അച്ചുവേട്ടാ, ഉണ്ണിക്കുട്ടൻ വന്നിരിക്കുന്നു, വേഗം താഴേക്ക് വന്നേ. ആദിയെ വിളിച്ചുണർത്തിക്കൊണ്ട് തൻ്റെ ഡ്രസ്സ് നേരെയാക്കി ബാല താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും റൂമിൽ നിന്ന് മംഗലത്തമ്മയും പുറത്തേക്ക് ഇറങ്ങി. ബാല വേഗം കതക് തുറക്കുമ്പോൾ എല്ലാവരും അകത്തേക്ക് വന്നു. ആഹാ, ഇതാരെല്ലമ്മ വന്നിരിക്കുന്നത്? കയറി വാ. സുമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മംഗലത്തമ്മ എല്ലാവരെയും അകത്തേക്ക് കയറ്റി. സുമ ആദ്യമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഉത്സാഹത്തോടു കൂടി വീടും പരിസരവും ഒക്കെ നോക്കുന്ന തിരക്കിലാണ്. എന്താ ഇങ്ങനെ നോക്കുന്നത്? മംഗലത്തമ്മ സുമയോട് ചോദിച്ചു. എൻ്റെ മോള് താമസിക്കുന്ന വീട് പുറത്തുനിന്ന് കണ്ടിട്ടുള്ളതല്ലാതെ ഇന്ന് വരെ ഇതിനകത്തേക്ക് കയറിയിട്ടില്ല. എൻ്റെ കുഞ്ഞ് ഭാഗ്യം ചെയ്തതാണ്. പറയുമ്പോൾ സുമയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞങ്ങളാണ് ഭാഗ്യം ചെയ്തത്, അവളെപ്പോലെ ഒരു മോളെ കിട്ടിയത്. നിറഞ്ഞ മനസ്സോടുകൂടി മംഗലത്തമ്മ പറയുമ്പോൾ സുമ അവരെ കണ്ണുകൾ തുളുമ്പി നോക്കി നിന്നു. തൻ്റെ വയറ്റിൽ പിറന്നിട്ടും അതിന് സ്വസ്ഥതയും സമാധാനവും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും കണ്ടപ്പോൾ ആ അമ്മയുടെ മനസ്സ് നിറഞ്ഞു. ഗേറ്റ് കടന്ന് കമലമകത്തേക്ക് വന്നു. പിൻവശത്തോടു കൂടി കയറി അവർ ഹാളിലിരിക്കുന്ന അതിഥികളെ നോക്കി. ഞാനിന്ന് അല്പം വൈകിപ്പോയി, ഇപ്പോൾ എല്ലാവർക്കുമുള്ള ചായ എടുക്കാം. കമലത്തെ സഹായിക്കുന്നതിനായി ബാല അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ, നീ അവിടെ പോയിരിക്കും ബാലേ, ഞാനിത് ചെയ്തോളാം. കമലം ശാസനയോടുകൂടി അവളെ അടുക്കളയിൽ നിന്നും പറഞ്ഞു വിട്ടു. സുമ ആദ്യമായി ഇവിടെ വരുന്നതല്ലേ, മോൾ അവർക്ക് വീടൊക്കെ കാണിച്ചു കൊടുക്ക്. ലക്ഷ്മിയും ജയയും കൂടി ചെല്ല്. ഉണ്ണിക്കുട്ടൻ പിന്നെ നേരത്തെ തന്നെ മോനൂട്ടൻ്റെ അടുത്തേക്കും പോയി. അമ്മ വരൂ, നമുക്ക് വീടൊക്കെ ഒന്ന് കാണാം. ബാല സുമയുടെ കയ്യിൽ പിടിക്കുമ്പോൾ ലക്ഷ്മി മറ്റേ കയ്യിൽ ചേർത്ത് പിടിച്ചു. 3 പേരും കൂടി പോകുന്നത് കണ്ട് ആദ്യം അവളെ നോക്കി കണ്ണ് ചിമ്മി. ബാലയുടെ മുറി കണ്ടപ്പോൾ സുമയുടെ കണ്ണ് തള്ളി. തൻ്റെ വീടിൻ്റെ അത്രയുമുണ്ട് അവളുടെ ഒരു മുറി മാത്രം. അലമാരയും മേശയും കസേരയും ഒക്കെ കണ്ടപ്പോൾ അവർക്കതൊക്കെ വലിയ അത്ഭുതം പോലെ തോന്നി. തൻ്റെ മകൾ ഈ വീട്ടിൽ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും എത്രയാണെന്നറിയുന്ന ഓരോ നിമിഷവും അവരുടെ ഹൃദയം സന്തോഷത്തിൻ്റെ ഉച്ചസ്ഥായിയിലെത്തി. ഒരുപാട് സങ്കടപ്പെടുത്തിയെങ്കിലും
ഈശ്വരനൊടുവിൽ എൻ്റെ കുഞ്ഞിന് സന്തോഷം വച്ചിരുന്നല്ലോ. ഈ അമ്മയ്ക്ക് അത് മാത്രം മതി. അമ്മയുടെ ഇരുവശത്തുമായി ലക്ഷ്മിയും ബാലയും ഇരുന്നു. അമ്മയുടെ കണ്ണടഞ്ഞാലും എന്നും ഇതുപോലെ സ്നേഹത്തോടെ ഇരിക്കണം. സുമ പറയുമ്പോൾ ബാല ദേഷ്യത്തിൽ അമ്മയെ നോക്കി. അമ്മ എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾക്ക് കരച്ചിൽ വന്നു. ഈ അമ്മയുടെ ഒരു കാര്യം, ചേച്ചിയെ കൂടി കരയിക്കാൻ. ഇപ്പോൾ സമാധാനമായോ അമ്മയ്ക്ക്? ലക്ഷ്മിയും അമ്മയെ വഴക്ക് പറഞ്ഞു. അപ്പോഴേക്കും ഉണ്ണിക്കുട്ടൻ മോനൂട്ടനെയും കൊണ്ട് അവിടേക്ക് വന്നു. ബാലയെ കണ്ടപ്പോൾ തന്നെ കുഞ്ഞ് അവളുടെ മേലേക്ക് ചാടി. കുഞ്ഞ് ചെറുക്കനെ ബാല ഓമനിക്കുന്നത് സുമ നോക്കിയിരുന്നു. പണ്ട് ഉണ്ണിക്കുട്ടൻ്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കിയിരുന്നത് ബാലയാണ്. അവർക്ക് അതാണ് ഓർമ്മ വന്നത്. കുഞ്ഞിനെ എടുത്ത് ലാളിച്ച് അവനോട് ഓരോന്നും പറഞ്ഞ് കൊഞ്ചിക്കുന്നത് കണ്ടപ്പോൾ ലക്ഷ്മിയും ബാലയും ഉണ്ണിക്കുട്ടനും സുമയെ തന്നെ നോക്കി. തങ്ങളെയും അമ്മ ഇതുപോലെയൊക്കെ കൊഞ്ചിച്ചായിരിക്കും വളർത്തിയത്. ആ ഓർമ്മ തന്നെ ആ 3 പേരിലും സന്തോഷം നിറച്ചു. അമ്മയും 3 മക്കളും കൂടി കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് മംഗലത്തമ്മ മുറിയിലേക്ക് വന്നത്. ആ കാഴ്ച തന്നെ അവരുടെ മനസ്സ് നിറച്ചു. വാ മക്കളെ, ചായയും പലഹാരവും എടുത്തു വെച്ചിട്ടുണ്ട്. വാതിൽക്കൽ നിന്ന് മംഗലത്തമ്മ വിളിച്ചു പറഞ്ഞുകൊണ്ട് സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ നേരിയതിൻ്റെ തുമ്പിൽ അമർത്തിപ്പിടിച്ചു. എല്ലാവരും ഒരുമിച്ചിരുന്ന് കാപ്പി കുടിച്ചു. ഇറങ്ങുന്നതിന് മുമ്പ് ജയ ആദിയോട് ശ്രീധരനെ വഴിക്ക് വെച്ച് കണ്ട കാര്യവും അവൻ്റെ ഭീഷണിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം, അതിനു മുമ്പ് അയാളെ ഒഴിവാക്കുകയും വേണം. ആ SIയെ അയാൾക്ക് ഭയമുണ്ട്. എങ്കിലും എന്തൊക്കെയോ അയാൾ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്. കുഞ്ഞെ, ഇത്രയും നാൾ എൻ്റെ കുഞ്ഞ് ദുഃഖിച്ചു. ഇനിയും അവളെ ഒരു ദുഃഖത്തിനും വിട്ടുകൊടുക്കരുതേ. ജയ അപേക്ഷ എന്നവണ്ണം ആദിയോട് പറയുമ്പോൾ തൻ്റെ ജീവനുള്ളിടത്തോളം കാലം അവളെ ഈ നെഞ്ചിൽ പൊതിഞ്ഞു പിടിക്കും. അതിനിനി ഏത് ശ്രീധരനാണോ തടസ്സം നിൽക്കുന്നത്? ആദിക്ക് അവരൊന്നും ഒരു വിഷയമേ അല്ല എന്നവൻ മനസ്സിൽ കണക്കുകൂട്ടുകയായിരുന്നു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ സ്റ്റോറീസ് ഓഫ് രുദ്ര രുദ്രപ്രിയയും വേൾഡ് ഓഫ് രുദ്ര രുദ്രപ്രിയയും ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്ര രുദ്രപ്രിയയും 3 ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.